നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അനലോഗ് ഓഡിയോ മിക്സറിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 നോബുകളെ കുറിച്ചാണ്. ഹൈ, മിഡ്, ലോ എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന 3 നോബുകൾ നമുക്ക് ഒരു ഓഡിയോ മിക്സറിൽ കാണാം. തീരെ ചെറിയ മിക്സറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഹൈയും ലോയും മാത്രമേ കാണത്തുള്ളൂ, മിഡ് കാണത്തില്ല. ഇപ്പം നമ്മൾ ഹൈ, മിഡ്, ലോ ഈ 3 കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് മുൻപ് ഞാൻ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും സംശയങ്ങൾ വരുന്നത് കൊണ്ടാണ് ഒരു തവണ കൂടെ അത് കുറച്ചുകൂടെ ക്ലിയറാക്കി പറയാമെന്ന് കരുതുന്നത്. അപ്പോൾ നമുക്ക് മിക്സറിലെ നോബുകൾ ഏതൊക്കെയാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് ഓരോന്നും എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ മിക്സറിലേക്ക് പോകാം. നോബുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഫങ്ഷൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു അനലോഗ് ഓഡിയോ മിക്സറിലെ EQ സെക്ഷൻ വരുന്നത്. അതിൽ ഏറ്റവും മുകളിലായിട്ട് ഹൈ എന്നും പിന്നെ മിഡ് എന്നും താഴെ ഭാഗത്തായിട്ട് വരുമ്പോൾ ലോ എന്നും കാണാം. ഈ 3 വെള്ള കളറിൽ കാണുന്ന നോബുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഹൈ, മിഡ്, ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓരോന്നിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ശബ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മുകളിലെ ഹൈ മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി എല്ലാ നോബുകളും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ശബ്ദമാണ് നമുക്ക് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ സംസാരിക്കുന്ന എൻ്റെ സാധാരണ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മളിത് ബാക്കി 3 നോബുകളും കുറച്ച് കഴിഞ്ഞിട്ട് ഹൈ മാത്രം കൂട്ടി വെച്ചാൽ ഏത് തരത്തിലുള്ള ശബ്ദമായിരിക്കും കേൾക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ഈ ഷാർപ്പായിട്ടുള്ള സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. ഇത് ഫുള്ളിങ്ങനെ തുറന്നു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫുള്ള് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അത് എപ്പോഴും ഫുൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഹൗളിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ കേൾക്കുന്നത് മണി കിലുക്കുമ്പോഴുള്ള സൗണ്ട്, കിളികൾ ഒക്കെ കരയുമ്പോഴുള്ള സൗണ്ട്, അങ്ങനത്തെ സൗണ്ടുകളൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഹൈ ഫ്രീക്വൻസി കട്ട് ചെയ്തതിന് ശേഷം മിഡ് മാത്രം തുറക്കാം. ലോ ഫ്രീക്വൻസിയും കട്ട് ചെയ്യുകയാണ്. മിഡ് മാത്രം തുറന്നിട്ട് എന്ത് സൗണ്ടാണ് കേൾക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുക, നമ്മൾ ഹൈ ഫ്രീക്വൻസി കട്ട് ചെയ്തു, അതുപോലെ ലോ ഫ്രീക്വൻസിയും കട്ട് ചെയ്തു. ഇപ്പോൾ മിഡ് ഫ്രീക്വൻസി മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സാധാരണ സംസാരം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ളൊരു സംസാരം, അങ്ങനെയുള്ള ശബ്ദം കേൾപ്പിക്കുക എന്ന ഫംഗ്ഷനാണ് ഈ മിഡ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബേസ് ഉള്ള ശബ്ദം കേൾക്കുന്നില്ല, അതുപോലെ ഷാർപ്പായിട്ടുള്ള സൗണ്ടും ഇവിടെ കേൾക്കുന്നില്ല. സാധാരണഗതിയിലുള്ള സൗണ്ട് മാത്രമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഇനി നമുക്ക് ഈ മിഡും കട്ട് ചെയ്ത് ഹൈയും കട്ട് ചെയ്തിട്ട് ലോ മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നോക്കുക, നമ്മളിവിടെ ലോ മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഹൈയും മിഡും കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബാസ് എഫക്റ്റോട് കൂടിയുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷനും അത് തന്നെയാണ്. അല്പം ശക്തമായ ശബ്ദം കേൾപ്പിക്കുക എന്നുള്ളതാണ് ഈ ലോ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈയും മിഡും നമ്മൾ കട്ട് ചെയ്തു, ലോ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഫ്രീക്വൻസികളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളുടെ വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ 3 ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ഒന്ന് സംസാരിച്ച് നോക്കാം. ഇത് 3 ഫുള്ള് നമ്മൾ ഓപ്പൺ ചെയ്യുമല്ല, നമ്മൾക്ക് വളരെ സുഖകരമായി കേൾക്കാൻ കഴിയുന്ന തരത്തിൽ അത് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനത് 3 ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് സംസാരിച്ച് കാണിക്കാം. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തതയുണ്ട് സൗണ്ടിന്. ഇപ്പം നമ്മൾ ഹൈ, മിഡ്, ലോ എന്ന് പറയുന്ന 3 ഫ്രീക്വൻസികളിലുള്ള ശബ്ദ തരംഗങ്ങളും നമ്മൾ ഒരേ ചാനലിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശബ്ദം നേരത്തെ മറ്റ് ഫ്രീക്വൻസികൾ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ശബ്ദത്തെക്കാട്ടി കുറച്ചുകൂടെ മനോഹരമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. ഏറ്റവും കൂടിയ ഫ്രീക്വൻസി കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൂട്ടുവാനോ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഏറ്റവും മുകളിൽ കാണുന്ന നോബ്. മിഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന ശബ്ദത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബാസ് എഫക്റ്റോട് കൂടി വരുന്ന ആ ശബ്ദത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലോ എന്ന് പറയുന്ന നോബ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും സിമ്പിളാക്കി പറയാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരമായി അന്നേരം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.